മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച വിധി പറയും. കേസിൽ വാദം പൂർത്തിയായി. രാഹുലിനെതിരെ തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ. പരാതികൾക്ക് പിന്നിൽ ആസൂത്രിത നീക്കമെന്ന് ആവർത്തിക്കുകയാണ് പ്രതിഭാഗം ചെയ്യുന്നത്. ബലാത്സംഗമല്ല, ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമാണ് പരാതിക്കാരിയുമായി ഉണ്ടായിരുന്നതെന്ന് ജില്ലാ കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ ആവർത്തിച്ചു. സംഭവം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് പരാതി ഉയർന്നതെന്നും പരാതിക്ക് പിന്നിൽ ആസൂത്രിത നീക്കമെന്നും പ്രതിഭാഗം വാദിച്ചു. പരാതിക്കാരി രാജ്യത്തിന് പുറത്ത് താമസിക്കുകയാണെന്നും ജാമ്യം നൽകിയാൽ പരാതിക്കാരിക്ക് ഭീഷണിയുണ്ടാകുമെന്ന വാദം നിലനിൽക്കില്ലെന്നും രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതേസമയം രാഹുലിനെതിരെ തെളിവുകൾ നിരത്തിയായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ജാമ്യഹർജിയെ ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ ക്രൂരപീഡനമാണ് പരാതിക്കാരി നേരിട്ടതെന്നും കോടതിയെ ധരിപ്പിച്ചു. രാഹുൽ പ്രതിയായ സമാന സ്വഭാവമുള്ള മറ്റ് 2 കേസുകളുടെ കാര്യവും ചൂണ്ടിക്കാട്ടി. ജാമ്യഹർജിയിൽ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ശനിയാഴ്ച വിധി പറയും. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ജില്ലാ കോടതിയിൽ രാഹുൽ ജാമ്യഹർജി നൽകിയത്. നേരത്തെ തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര ജയിലിലാണ്. ജനം, പത്തനംതിട്ട.